അപ്പോൾ നമസ്കാരം, എൻ്റെ പേര് ആൽബിൻ എസ് ജോർജ് എന്നാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വ്ളോഗർ മച്ചാൻസ് ഇൻ ഫുഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം, കുറച്ച് പേർക്കൊക്കെ ഈ ഒരു ഫേസ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. അതായത് ഒരു 4-4.5 വർഷമായിട്ട് ഞാൻ ആ ഒരു ഫീൽഡിലാണെന്ന് പറയാൻ പറ്റത്തില്ല. 4.5 വർഷം 5 വർഷത്തോളമായി ആ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു കണ്ടൻറ്റും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആണ്. ഫുഡിൻ്റെ ടിപ്സ്, ഫുഡിൻ്റെ രീതിയിലുള്ള പുതിയ വീഡിയോസ്, അതായത് ഫുഡ് കുക്കിങ്ങും കാര്യങ്ങളും, പിന്നീട് എന്താ പറയുക, പുതിയ ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുത്തുക, അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാനത് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിനകത്ത് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ റോസ്റ്റിംഗ് ആയിരുന്നു. പണ്ട് കാലം മുതലേ, അതായത് ഈ 3 വർഷം മുന്നേ ഞാൻ ചാനൽ തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നീടാണ് ഞാൻ ഈ ഫുഡിലോട്ട് വരുന്നത്. അതായത് പിന്നീടാണ് എൻ്റെ കരിയർ, അതായത് എൻ്റെ ഒരു ഫീൽഡ് ഇതിലോട്ട് വരുന്നത്. ഞാൻ ഹോട്ടൽ മാനേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കിംഗ് കയറി, ഒരു ചെറിയൊരു ഷെഫാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ ഫുഡ് റിലേറ്റഡിലോട്ട് മാറ്റി. വ്ളോഗർ മച്ചാൻസ് എന്നായിരുന്നു. അതായത് പിന്നീട് ഞാനത് ഇൻ ഫുഡ് നെറ്റ്വർക്ക് ഒന്നും ആഡ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ ഈ ഇടയിലായിട്ട് എനിക്ക് ഒരു ആഗ്രഹം, പണ്ടത്തെ കൂട്ട് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തുടങ്ങാം. കാരണം അതിന് മുന്നേ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ചാനൽ തന്നെ മതി, അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ 2026 ഞാൻ ഈ ജനുവരി മാസം ഇടയ്ക്കൂടെ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഇട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കുറേ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഫുഡ് വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റിയാക്ഷൻ റോസ്റ്റിങ്ങിനുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്. എന്നാൽ പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നമ്മൾ തന്നെ സംസാരിക്കണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർബന്ധമുണ്ട്. അപ്പം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക തന്നെ വേണമെന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ചെറിയൊരു ഷോപ്പ് നടത്തിയാണ്, അതായത് ഒരു റെസ്റ്റോ കഫേയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പരിചയമുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ ബേസിലാണ് ഞാനുള്ളത്. പിന്നെ നാട്ടിൽ വരുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് ലീവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ നാട്, പിന്നെ ചെന്നൈ ബേസിൽ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്തായാലും ഫുഡ് ഫീൽഡ് വിട്ടൊരു കളിയൊന്നുമില്ല. നമ്മളിങ്ങനെ ഫുഡ് ഫീൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിനിടയിലൂടെ സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ നമുക്ക് സംസാരിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എത്രമാത്രം മുന്നോട്ട് പോകും എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും മുന്നോട്ട് പോയാലും, അതായത് സബ്സ്ക്രൈബേഴ്സിൻ്റെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എത്ര സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് എൻ്റെ ഫുഡ് ചാനലിൽ. എൻ്റെ അവതരണം, എൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് അവരെല്ലാവരെയും. എന്തായാലും ആ ഒരു സപ്പോർട്ട് ഇതിനകത്തും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. 0 നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 0 ഉള്ളൂ. എൻ്റെ മറ്റൊരു ഐഡിയിൽ നിന്ന് പോലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. എത്ര പേര് മുന്നോട്ട് വരുമെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ചൂണ്ടിക്കാണിച്ച് തരുന്നുമുണ്ട്. എങ്കിലും നമ്മുടെ രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തായാലും ഭയങ്കര സീരിയസ് മാറ്റർ മാത്രം എടുത്ത് സംസാരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ചില രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും. ഇന്നത്തെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ എല്ലാം ടൈറ്റായിട്ടുള്ളൊരു സംഭവമൊന്നും അല്ലല്ലോ. ഭയങ്കര എന്താ പറയുക, ദേഷ്യത്തിലും ഭയങ്കര സീരിയസ് മാറ്റർ മാത്രമല്ല സംസാരിക്കാനുള്ളത്. ചില കോമഡി, ചില രസകരമായ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെ നമ്മുടെ ഈ ഒരു ചാനൽ വരണം, മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത്, അതായത് 2026 യൂട്യൂബ് എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയൊന്നും വേണ്ട. ഓൾറെഡി നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ചാനലാണ്, ഇഷ്ടമുള്ള സംഭവമാണെങ്കിൽ നമ്മളത് ഓൾറെഡി ഫോളോ ചെയ്തിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആവും ഈ ചാനലിൽ. അപ്പോൾ എന്തായാലും ചെയ്യാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ ഈ ഒരു ചാനലിനകത്തൂടെ ഇപ്പോഴത്തെ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പേരും കാര്യങ്ങളൊന്നും മറക്കണ്ട, ബൈ ദ ജോർജ്. എൻ്റെ പേര് ആൽബിൻ എസ് ജോർജ് എന്നാണ്. അപ്പം ആ ഒരു റിലേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു പേര് ആഡ് ചെയ്തിട്ടുണ്ട്, ബൈ ദ ജോർജ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം പുതിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.